വന്യജീവി ആക്രമണ ഭീതിയിൽ തൃശൂരിലെ വനാതിർത്തി മേഖലകൾ. പാലപ്പിള്ളിയിൽ കാട്ടാനയും കടുവയും ഇറങ്ങി. അതിരപ്പിള്ളി വെറ്റിലപ്പാറയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ച് കാട്ടാന. നിരീക്ഷണ ക്യാമറകളും കൂടും സ്ഥാപിക്കണമെന്ന ആവശ്യം. കോഴിക്കോട് തിരുവമ്പാടിയിൽ ഓട്ടോ ഡ്രൈവർക്ക് യാത്രക്കാരന്റെ ക്രൂരമർദ്ദനം. കൈകാലുകളിലും മുഖത്തും പരുക്ക്. ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് മർദ്ദിക്കുകയായിരുന്നെന്ന് പരാതി. ക്ഷേത്രാനുഷ്ഠാന കലകൾ പൊതുവേദിയിൽ അവതരിപ്പിക്കുന്നതിനെതിരെ തെയ്യം കലാകാരന്മാർ. തോറ്റങ്ങളെ കലോത്സവ വേദികളിൽ നാടൻ പാട്ടുകളുമായി അവതരിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ല. കോഴിക്കോട് DO ഓഫീസിന് മുന്നിൽ കലാകാരന്മാരുടെ ധർണ. ഇടുക്കിയിൽ റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ വ്യാപക കയ്യേറ്റം. ശാന്തൻപാറ പുത്തടിയിൽ കയ്യേറിയത് 2 ഏക്കറിലധികം ഭൂമി. കയ്യേറ്റം ടൂറിസം പദ്ധതിക്കായി കണ്ടെത്തിയ ഭൂമിയിൽ. റവന്യൂ വകുപ്പ് നടപടി തുടങ്ങി. വിശദമായ വാർത്തയിലേക്ക്. കോഴിക്കോട് തിരുവമ്പാടിയിൽ ഓട്ടോ ഡ്രൈവർക്ക് യാത്രക്കാരന്റെ ക്രൂരമർദ്ദനം. പാമ്പിഴഞ്ഞമ്പാറ സ്വദേശി ഷാഹുൽ അമീദിനാണ് മർദ്ദനമേറ്റത്. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. കൂടരഞ്ഞിയിലേക്ക് ഒരാൾ ഓട്ടം വിളിക്കുകയും അവിടെ എത്തിയപ്പോൾ തിരികെ പോകാമെന്ന് പറഞ്ഞതുമായി ഷാഹുൽ അമീദ് പറയുന്നു. തുടർന്ന് ആളൊഴിഞ്ഞ ഇടത്ത് വെച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന പരാതി. കൈക്ക് പൊട്ടലുണ്ട്. കാലുകൾക്കും മുഖത്തും പരുക്കേറ്റിട്ടുണ്ട്. നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും ഇയാൾ ഓടി രക്ഷപ്പെട്ടു എന്നും ഷാഹുൽ അമീദ് പറയും. മിനിഞ്ഞാന്ന് രാത്രി ഒരു 10 മണി കഴിഞ്ഞപ്പോൾ തിരുവമ്പാടി നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് കൂട്ടരഞ്ഞിയിലേക്ക് ഓട്ടം വിളിച്ച്. കൂട്ടരഞ്ഞി എത്തിക്കഴിഞ്ഞ് ഇയാളെ ഞാൻ ഇറങ്ങാൻ വേണ്ടി വിളിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല, വണ്ടിയിലിരുന്ന് ഉറങ്ങുക. അപ്പോൾ ഞാൻ അയാളെ തട്ടി വിളിച്ച് നിങ്ങൾ ഇറങ്ങാൻ പറഞ്ഞ് കൂട്ടരഞ്ഞി എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ കൂട്ടരഞ്ഞി എത്തിയെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടരഞ്ഞി എത്തിയോ ചോദിച്ചാൽ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞ് വണ്ടി തിരിച്ചു വിടുമെന്ന് പറഞ്ഞു. സ്വാഭാവികം വണ്ടി തിരിച്ചു വിടുമ്പോൾ ചിലപ്പോൾ ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞിട്ടാണല്ലോ അവർ തിരിച്ചു വിടാൻ പറയാം. അപ്പം ഞാൻ വഴിമേൽ വേറെ എവിടെയെങ്കിലും ഇറങ്ങാന്ന് വെച്ചാൽ അങ്ങനെ പോകുന്നു. ഇനി ചവലപ്പാറയാണോ ഇനി കരിങ്കുറ്റിയാണോ എന്ന് അറിയില്ല. അപ്പം കരിങ്കുറ്റി എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞു. എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചാൽ പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടാ പോകേണ്ടത്, അവിടെ ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ മതി, എൻ്റെ പൈസ എത്ര ചോദിച്ചു. ഞാൻ പറഞ്ഞു 120 പറഞ്ഞു. അപ്പോൾ എൻ്റെ പൈസ ഞാൻ തരാൻ എനിക്കെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ വണ്ടിൻ്റെ ബാക്കിൽ നിന്ന് അതിൻ്റെ അടുക്ക് എന്നോട് ചോദിച്ചു നീ എന്നെ അറിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ നിങ്ങളെ കണ്ടുപരിചയം ഉണ്ടെന്നല്ല, അത് വേറെ ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അതിൽ ബാക്കിൽ നിന്ന് എന്നെ പിടിച്ചിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞതിലും പുറത്തുകൂടെ ഇറങ്ങി വന്നിട്ട് എന്നെ വലിച്ച് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇട്ട് കയ്യെ പിടിച്ച് വലിച്ച് അതിൽ എന്നെ നിലത്തേക്ക് വലിച്ചിട്ടിട്ട് പിന്നെ എന്നെ അടിക്കുക ചവിട്ടുക അങ്ങനത്തെ പണിയൊക്കെ ചെയ്തു. കൈ ഇവിടെ തലക്ക് ഇവിടെ അടിച്ചു. അതിൽ എനിക്ക് ഇത് ചവിട്ട് കയ്യിനെന്തായാലും ആ വീണതിൽ കയ്യിനെന്തോ പറ്റി. അവിടെ മെറ്റലാണ്, ആ മെറ്റലിട്ടിട്ട് എന്നെ അങ്ങോട്ടും വലിച്ചതാക്കി. പിന്നെ വേറെ 2 യാത്രക്കാർ വന്നിട്ടാണ്, റോഡ് യാത്രക്കാരുണ്ടായിരുന്നു, അവർ വന്നപ്പോഴാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. കോതമംഗലത്തെ കാട്ടാന ആക്രമണത്തിന് പിന്നാലെ വന്യജീവി ആക്രമണ ഭീതിയിലാണ് തൃശൂരിലെ വനാതിർത്തി പങ്കിടുന്ന മേഖലകൾ. ഇന്ന് തൃശൂരിൽ 2 കാട്ടാനയും 1 കടുവയും ഇറങ്ങി. അതിരപ്പിള്ളിയിലെ ജനവാസ മേഖലയായ വെറ്റിലപ്പാറ 14ലും പാലപ്പിള്ളിയിലുമാണ് കാട്ടാന ഇറങ്ങിയത്. വെറ്റിലപ്പാറയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മാനാടൻ വർഗീസ്, കൈതവളപ്പിൽ ശശി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് ആനകൾ ഇറങ്ങിയത്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടലുണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. ഞാൻ ടോർച്ചടിച്ച് കഴിഞ്ഞപ്പോൾ അവൻ നീങ്ങി കൊടുത്തില്ല. അവിടെ നിന്ന് ആ തെങ്ങ് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നീങ്ങി ഈ വാഴ കളഞ്ഞു. പിന്നെ മൊത്തം കളഞ്ഞതിന് ശേഷമാണ് പോയത്. ഇതിനിടയിൽ ഞാൻ ആനേനെ ഓടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആന എന്നെ തിരിഞ്ഞു ഓടിപ്പിച്ചു. എന്നെ കൊല്ലാൻ വന്നു. ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഓടില്ലാന്നുണ്ടെങ്കിൽ എന്നെ ആക്രമിച്ച് ശരിയാക്കിയാനെ. ഇത് ഡെയിലി വരാം. പക്ഷേ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ശാശ്വത പരിഹാരം വെച്ച് കഴിഞ്ഞാൽ ഈ ആന വരുന്നത് അക്കരയെന്നാണ്, പുഴയ്ക്കക്കരയെന്ന് വരുന്നത്. പുഴം തീരത്ത് ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ഈ ആന ഇങ്ങോട്ട് വരില്ല. അത് ചെയ്താൽ മതി. പാലപ്പിള്ളിയിൽ പുലർച്ചെ 4 മണിക്കിറങ്ങിയ കാട്ടാന കൃഷിയിടങ്ങളിൽ നിലയുറപ്പിച്ചു. രാവിലെ ടാപ്പിങ്ങിനെത്തിയ തോട്ടം തൊഴിലാളികൾ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. കാട്ടാന മാത്രമല്ല പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നത്. പാലപ്പിള്ളിയെ ഭീതിയിലാക്കി കടുവയിറങ്ങിയതും പരിഭ്രാന്തി കൂട്ടി. KFRAയ്ക്ക് സമീപം പ്രദേശവാസികളാണ് കടുവയെ കണ്ടത്. റോഡ് മുറിച്ച് കശുമാവിൻ തോട്ടത്തിലേക്ക് കടുവ ചാടിയതായി പ്രദേശവാസികൾ പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകളും കൂടും സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമായി. ന്യൂസ് 18 തൃശൂർ. കാട്ടാന ഭീതിയിൽ കുട്ടമ്പുഴ.
കുട്ടമ്പുഴയിലെ കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി കോതമംഗലം രൂപത. ജനങ്ങളെ ഉദ്യോഗസ്ഥർ ദ്രോഹിക്കുകയാണെന്നും എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലെന്നും ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കുറ്റപ്പെടുത്തി. അതേസമയം മേഖലയിൽ ട്രഞ്ച് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. കോതമംഗലം മേഖലയിൽ വനം വകുപ്പ് പ്രശ്നങ്ങൾ വഷളാക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ മികച്ച രീതിയിൽ പെരുമാറുന്നു. എന്നാൽ വനം വകുപ്പ് അങ്ങനെയല്ലെന്നും ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കുറ്റപ്പെടുത്തുന്നു. DFO വളരെ എതിർ മനോഭാവമായിരുന്നുണ്ടായിരുന്നത്. കളക്ടർ വന്നപ്പോഴാണ് ഇനി കളക്ടറിൽ ഞങ്ങൾക്ക് അല്പം വിശ്വാസമുണ്ട്. ഫോറസ്റ്റുകാർ അവരെ ഒരു രീതിയിലും നമ്മളെ സഹായിക്കുന്നില്ല, നമ്മൾ എതിരായിട്ട് നിൽക്കുന്നു. ഇപ്പം നമ്മളൊരു എന്താ പറയുന്നത്, ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ്. അവർ കർഷകരെ കാണുന്നതന്നെ അറിയാമോ, നമുക്കെതിരായിട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട്. അതേസമയം കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടിയിൽ ട്രഞ്ച് നിർമ്മാണം പുരോഗമിക്കുകയാണ്. 2 വർഷം മുമ്പ് പിണവൂർക്കുടി ആദിവാസി കോളനിയിലെ സന്തോഷിനെ കാട്ടാന ആക്രമിച്ചു കൊന്നതിനെ തുടർന്ന് നൽകിയ വാഗ്ദാനമായിരുന്നു 8 കിലോമീറ്റർ നീളമുള്ള ട്രഞ്ച് നിർമ്മാണം. വൈകിയാണെങ്കിലും ട്രഞ്ച് നിർമ്മാണം ആരംഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഉടനിത് പൂർത്തിയാക്കണമെന്നും പ്രദേശവാസികളും പഞ്ചായത്ത് അംഗങ്ങളും പറയുന്നു. എന്താണെങ്കിലും ഇത് ഞങ്ങൾക്ക് ഈ പണിയാൻ തുടങ്ങുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എത്രയും പിടിയുന്ന ഇത് എങ്ങനെയെങ്കിലും പണി തീർത്ത് വരണം. ആനയുടെ ശല്യം ഭയങ്കരമാണ്. ഈ പണി പൂർത്തീകരിച്ച് വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കി ഇനിയൊരു മരണം ഇവിടെ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം തുടരണം. ട്രഞ്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് പൂർത്തീകരിക്കണം. അടിയന്തരമായി തന്നെ ഈ റാച്ചേരി ഭാഗത്തും ഈ ട്രഞ്ചിന്റെ പണികൾ തുടങ്ങണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. റാച്ചേരി ഭാഗത്ത് ട്രഞ്ചിന്റെ പണികൾ ആരംഭിച്ചിട്ടില്ല. അത് പിണർക്കുടി സൈഡിൽ ട്രഞ്ച് കുത്തി വരുമ്പോൾ ഇനിയും എത്രയോ ദിവസങ്ങൾ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണർക്കുടിയിൽ പണിയുന്നതോടൊപ്പം തന്നെ റാച്ചേരി ഭാഗത്തും ഈ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്തും ഈ ട്രഞ്ചിന്റെ പണികൾ അടിയന്തരമായി തുടങ്ങണം. ഈ മാസം 27-നാണ് ജില്ലാ കളക്ടർ അവലോകന യോഗം വിളിച്ചിരിക്കുന്നത്. പ്രദേശത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ വിലയിരുത്തൽ അന്നുണ്ടാകും. പദ്ധതികളിൽ പുരോഗതിയില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്ന് ജനകീയ സമരസമിതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. വയനാട് മാനന്തവാടിയിൽ ആംബുലൻസ് വിട്ടു നൽകാത്തതിനെ തുടർന്ന് ആദിവാസി സ്ത്രീയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയതിൽ കർശന നടപടി ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി MP. ട്രൈബൽ പ്രൊമോട്ടറെ പിരിച്ചുവിട്ട നടപടി ഉന്നതർക്ക് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ്. ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാൻ നടപടി ആവശ്യമെന്നും പ്രിയങ്ക. തിരുവനന്തപുരം ചിറയൻകീഴിൽ വൻ ലഹരിവേട്ട. വിപണിയിൽ 4 കോടി രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അഴൂർ തെറ്റിച്ചിറയിലെ ഗോഡൌണിൽ പോലീസ് പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം കണ്ടെത്തുകയായിരുന്നു. കുപ്പിവെള്ള ബിസിനസിന്റെ മറവിലാണ് വിൽപ്പന. സംഭവവുമായി ബന്ധപ്പെട്ട് അഴൂർ സ്വദേശി ശംഭു മോഹനെ പോലീസ് പിടികൂടി. 200ഓളം ചാക്കുകളിലായാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. വിപണിയിൽ 4 കോടിയോളം രൂപ വില വരുമെന്ന് പോലീസ് പറയുന്നു. ആറ്റിങ്ങൽ ആലങ്കോട് സ്വദേശിയുടേതാണ് ഈ ഗോഡൌൺ. ആറ്റിങ്ങൽ ചിറയൻകീഴ് ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പനക്കാർക്ക് ഇവിടെ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നു. ഉത്സവകാല സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ആയിരുന്നു പരിശോധന. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ട കോന്നിയിൽ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാരം നാളെ നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് കോന്നി പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നവദമ്പതികളായ നിഖിൽ മത്തായി, അനു, നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ, അനുവിന്റെ പിതാവ് ബിജു ജോർജ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാവിലെ 8 മണിയോടെ കോന്നി പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെ സംസ്കാരം നടക്കും. നവംബർ 30-ന് വിവാഹിതരായ നിഖിലും അനുവും മലേഷ്യയിൽ നിന്നും മധുവിധ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പോയി മടങ്ങി വരുമ്പോഴാണ് അപകടമുണ്ടായത്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരുടെ ബസ്സുമായി ഇവർ സഞ്ചരിച്ച കാർ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നി മുറിഞ്ഞകലിൽ വെച്ച് ഞായറാഴ്ച ഉണ്ടായ അപകടത്തിലാണ് 4 പേര് മരിച്ചത്. നിഖിലിന്റെ സഹോദരി അടക്കമുള്ള ബന്ധുക്കൾ വിദേശത്തായതിനാൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ പത്തനംതിട്ട ഇടത്തിട്ടയിലെ സ്വകാര്യ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. ക്ഷേത്രാനുഷ്ഠാന കലകളെ പൊതുവേദിയിൽ അവതരിപ്പിക്കുന്നതിനെതിരെ തെയ്യം കലാകാരന്മാർ ഇത്തരം അനുഷ്ഠാനങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തെയ്യത്തെ പൊതുവേദികളിലും ഘോഷയാത്രകളിലും അവതരിപ്പിക്കരുത് എന്നാണ് ആവശ്യം. തോറ്റങ്ങളെ കലോത്സവ വേദികളിൽ നാടൻ പാട്ടുകളുമായി അവതരിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ല. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര DE ഓഫീസിന് മുമ്പിൽ കലാകാരന്മാർ ധർണ നടത്തി. പൂർവികർ അവർ തന്നെ അതിൻ്റെ രൂപത്തിൽ രചിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വാമൊഴിയായിട്ട് പകർന്നു തന്ന ഈ അനുഷ്ഠാനപരമായ കർമ്മം ഇന്ന് നാടൻ പാട്ട് രൂപത്തിൽ പലരും അതിനെ കലാമേളകളിലും മറ്റു പല വേദികളിലും അവതരിപ്പിച്ച് ഇതിനെ വ്രണപ്പെടുത്തുകയാണ്.
ഇത് ഞങ്ങൾക്ക്, അതായത് ഞങ്ങളുടെ തെയ്യം കലാകാരന്മാർക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇത് സർക്കാർ തലത്തിലും ജനമധ്യത്തിലും തുറന്നു കാട്ടാൻ വേണ്ടിയും മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെയൊരു പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുന്നത്. പൊതുനിരത്തിൽ നിന്ന് ഫ്ലെക്സ് ബോർഡുകൾ നീക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശം പാലിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് സമീപം ഉണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ നഗരസഭ നീക്കം ചെയ്തു. എന്നാൽ മുൻകൂട്ടി അനുമതി തേടിയവർക്ക് നിശ്ചിത സമയത്തേക്ക് ഫ്ലെക്സുകൾ സ്ഥാപിക്കാൻ കോടതി നിർദ്ദേശം അനുസരിച്ച് അനുവാദം നൽകും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പൊതുനിരത്തുകളിലെ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റാനുള്ള അവസാന ദിവസം ഇന്നാണ്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. പൊതുവിൽ ഇവിടെ വലിയ തോതിൽ ഫ്ലെക്സുകളും സമരപ്പന്തലുകളും ഒക്കെയും കാണുന്നതാണ്. പക്ഷേ സമരപ്പന്തലുകൾ നേരത്തെ തന്നെ ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റിയിരുന്നു. ചില ഫ്ലെക്സുകൾ അവശേഷിച്ചിരുന്നു. ആ ഫ്ലെക്സുകൾ കൂടി മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയുടെ നിയന്ത്രണത്തിൽ വരുന്ന പ്രദേശമാണ്. നഗരസഭയുടെ സ്ക്വാഡുകളാണ്, വിവിധ സ്ക്വാഡുകളാണ് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ മാറ്റിയത്. ജില്ലയിലും ആ നിലയ്ക്ക് തന്നെയാണ്. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളും അത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ, പൊതുനിരത്തിലെ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റുന്നതിന് നടപടി സ്വീകരിച്ചിരുന്നു. ഇന്നും സ്ക്വാഡ് വർക്ക് പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി ജീവനക്കാർ ഈ തരത്തിൽ തൊഴിലാളികളും ജീവനക്കാരും ചേർന്ന് ബോർഡുകൾ മാറ്റിയിരുന്നു. അമിക്കസ് ക്യൂറിയെ നിയോഗിക്കാനുള്ള നടപടിയും ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ ബോർഡുകൾ മാറ്റിയോ എന്ന കാര്യം കൂടുതൽ വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു നടപടി ഉണ്ടാവുക എന്ന് കരുതുന്നുണ്ട്. അതേസമയം തന്നെ നേരത്തെ നിശ്ചയിച്ച പൊതുപരിപാടികളുണ്ട്. അവർക്ക് ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നതിന് തടസ്സമില്ല. കോടതിയുടെ കൂടി അനുമതിയോടെ അത്തരം പരിപാടികൾക്ക് ഫ്ലെക്സ് ബോർഡുകൾ ഉപയോഗിക്കാം. അതിന് നഗരസഭ അനുമതി നൽകും. പക്ഷേ നിശ്ചിത സമയത്തേക്കായിരിക്കും അങ്ങനെ ബോർഡുകൾ വെക്കുന്നതിനുള്ള അനുമതി നൽകുകയെന്ന് മേയർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സമയം കഴിയുമ്പോൾ ഫ്ലെക്സ് ബോർഡുകൾ അവരുടെ തന്നെ ചിലവിൽ മാറ്റേണ്ടിയും വരും. ഹരി വിതുരയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. തീവ്രവാദ കേസിലെ പ്രതി കാസർഗോഡ് പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശി ബി ഷാബ് ഷെയ്ഖാണ് അറസ്റ്റിലായത്. പടന്നക്കാട്ടെ ക്വാർട്ടേഴ്സിൽ നിന്നും NIA ആണ് പിടികൂടിയത്. ആസാമിൽ UAPA കേസിൽ പ്രതിയായതോടെയാണ് ഇയാൾ കേരളത്തിലേക്ക് കടന്നത്. ഇയാളെ കണ്ടെത്താൻ ആസാം പോലീസും NIAയും ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. പ്രതിയെ വൈകിട്ടോടെ ആസാമിലേക്ക് കൊണ്ടുപോകും. കണ്ണൂർ കരുവഞ്ചാലിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കരുവഞ്ചാൽ സ്വദേശിനി അനീറ്റയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. അസ്വാഭാവിക മരണത്തിന് ആലക്കോട് പോലീസ് കേസെടുത്തു. നിലമ്പൂരിലെ പ്രധാന ആകർഷണമായി മാറിയിരിക്കുന്ന കൂറ്റൻ ചെസ് ബോർഡിനെ കുറിച്ചാണ് ഇനി. ചക്കാലക്കുത്ത് സ്വദേശിയും ഗവൺമെന്റ് മാനവേദൻ HSSലെ മുൻ ഡ്രോയിംഗ് ഇൻസ്ട്രക്ടറുമായ MR രവിയാണ് മരത്തിൽ ഈ ചെസ് ബോർഡ് നിർമ്മിച്ചത്. ആര് കണ്ടാലും ഒന്ന് അമ്പരക്കും ഈ കൂറ്റൻ ചതുരംഗ പലകയെ. 4 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമുണ്ട് ഈ ഭീമൻ ചെസ് ബോർഡിന്. 0.25 കനത്തിൽ കനമുള്ള മരക്കഷ്ണങ്ങൾ കൂട്ടിയോജിപ്പിച്ച് അതിൽ മറ്റൊരു പലക ഉറപ്പിച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ചെസ് പീസുകൾ നിർമ്മിച്ചത്. മരം കൊണ്ടുണ്ടാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ ചെസ് ബോർഡാണിതെന്ന് MR രവി പറയുന്നു. ഇത് ശരിക്കും ഞാൻ പറഞ്ഞാൽ ഇത് ചെസ് ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയല്ല. ഞാൻ എൻ്റെ ഒരു പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു പേന കൊണ്ട് വരയ്ക്കുന്ന ഒരു ഡ്രോയിങ് ഉണ്ടായിരുന്നു, ഡ്രോയിങ് സീരീസ്. അതിലേക്ക് ചതുരംഗത്തിന് പിന്നിൽ എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. അതിന് വേണ്ടിയിട്ട് മോഡലുണ്ടാക്കിയ സാധനം ഇത്. ഈട്ടിയും തേക്കും ഉപയോഗിച്ചാണ് ചെസ് ബോർഡ് നിർമ്മിച്ചത്. കറുത്ത കരുക്കൾ കരുവാകയിലും വെളുത്ത കരുക്കൾ പ്ലാവിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. 2013 ശരിക്കും ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ വേൾഡ് റെക്കോർഡായിട്ട് വന്നത്. അപ്പോൾ അത് ഞാൻ എന്താ ശരിക്കും ഇത് റെക്കോർഡിനൊന്നും ഉണ്ടാക്കിയല്ല. ഞാൻ അതിന് ഒത്തിരി മുന്നേ ഉണ്ടാക്കിയതാണ്. ഈ 2013 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 മുമ്പേ ഉണ്ടാക്കിയതാണ്. വന്നത് 2013 മാത്രം. ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലും കയറിയിട്ടുണ്ട് ഈ കൂറ്റൻ ചെസ് ബോർഡ്. ഒന്നുറപ്പാണ്, ഇതിലും വലിയ മരം കൊണ്ടുണ്ടാക്കിയ ചെസ് ബോർഡ് നിർമ്മിക്കുന്നതുവരെ രവിയും അദ്ദേഹത്തിന്റെ ചെസ് ബോർഡും ലിംക വേർഡ് ഓഫ് റെക്കോർഡിൽ ഉണ്ടാകും. ന്യൂസ് 18 മലപ്പുറം. ഒരു വീടിനായി കാലങ്ങളായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഇടുക്കിയിലെ വയോധിക ദമ്പതികൾ. ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചെങ്കിലും വനംവകുപ്പിന്റെ തടസ്സവാദമാണ് ഇവരെ വലയ്ക്കുന്നത്. ഇതോടെ ദമ്പതികൾ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം തുടങ്ങിയിരിക്കുകയാണ്. തലചായ്ക്കാൻ ഇടമില്ലാതെ പ്രയാസത്തിലാണ് ഉപ്പുതുറ മുല്ല സ്വദേശികളായ രാജപ്പനും ഭാര്യ ലൈലയും. 40 വർഷമായി മുല്ലയിൽ താമസിക്കുകയാണിവർ. വനാവകാശ രേഖ ലഭ്യമായിട്ടുള്ള ഭൂമി 2 ഇടങ്ങളിലായി ഇവർക്കുണ്ടായിരുന്നു.
എന്നാൽ പ്രളയത്തിന് ശേഷം ഈ ഭൂമി വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തി. തുടർന്ന് 10 സെന്റ് ഭൂമി വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച എല്ലാ രേഖകളും റവന്യൂ വകുപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവർ വിലയ്ക്ക് വാങ്ങിയ ഭൂമി വനം വകുപ്പിന്റേതാണെന്നാണ് അവകാശവാദം. ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തതോടെയാണ് മറ്റു വഴികളില്ലാതെ ദമ്പതികൾ വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ സമരം തുടങ്ങിയത്. ഞങ്ങൾ ആദിവാസി കുടുംബമാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണുള്ളത്. ഞങ്ങൾക്ക് ലൈഫിന്റെ ഒരു വീട് കിട്ടി. വീട് പണിയാൻ ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് അനുമതി തരത്തില്ല. ഞങ്ങൾ 40 വർഷം കഴിഞ്ഞു ആ മേഖലയെ താമസിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ വനത്തിന്റെ 3 വശവും വനവും 1 വശം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഏറുമാടത്തിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തി പഠിപ്പിച്ച് ഞങ്ങൾ കെട്ടിച്ചു വിട്ടിരുന്നത്. പ്രായമായി രോഗികളായി ഞങ്ങൾ 2 പേരും പെൻഷൻ മേടിക്കുന്നവരാണ്. ഞങ്ങൾക്ക് അന്നേരം ലൈഫിന്റെ വീട് അനുവദിച്ചു. 90,000 രൂപ 18/3 ഞങ്ങൾക്ക് അനുവാദം കിട്ടി. കാണേണ്ട പോലെ ഫോറസ്റ്റുകാരെ കാണാത്തതിന്റെ പേരിൽ ഞങ്ങളുടെ പെരമണി നിഷേധിച്ചു. ഞങ്ങൾ ഇവിടെ സമരത്തിന് കഴിഞ്ഞ ബുധനാഴ്ച ഇരുന്നു. ഞങ്ങളെ വ്യാഴാഴ്ച 4 മണി കഴിഞ്ഞപ്പം പോലീസും ഡോക്ടറും കൂടെ കൂടി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങൾ വീണ്ടും സമരത്തിലിരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച വെള്ളപ്പാറ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം തുടങ്ങിയെങ്കിലും അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. എന്നാൽ ദമ്പതികൾ വീണ്ടും സമരം തുടങ്ങുകയായിരുന്നു. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിൽ റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ വ്യാപക കയ്യേറ്റം. ശാന്തൻപാറ പുത്തടിയിലാണ് 2 ഏക്കറിലധികം ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയത്. ടൂറിസം പദ്ധതിക്കായി കണ്ടെത്തിയ ഭൂമിയിലാണ് കയ്യേറ്റം. റവന്യൂ വകുപ്പ് നടപടി തുടങ്ങി. ശാന്തൻപാറ വില്ലേജിൽ സർവേ നമ്പർ 147/1-ൽപ്പെട്ട ഭൂമിയാണ് സ്വകാര്യ വ്യക്തികൾ കയ്യേറിയത്. മേഖലയിലെ ടൂറിസം സാധ്യതകൾ ലക്ഷ്യം വെച്ചാണ് കയ്യേറ്റം. പാറ പുറംപോക്കിൽ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ പല ഭാഗങ്ങളും വേലിക്കല്ലുകൾ സ്ഥാപിച്ചിരുന്നു. കയ്യേറിയ ഭൂമിയിൽ ഏലം, ഇഞ്ചി തുടങ്ങിയ കൃഷികളും ഇറക്കി. സമീപവാസികളായ ജോൺസൺ, സന്ദീപ് എന്നിവരാണ് കയ്യേറ്റം നടത്തിയത്. പാറ പുറംപോക്ക് ഭൂമി കയ്യേറിയതായിട്ടാണ് സർവേ നമ്പർ 147 കൺഫേം ചെയ്തിട്ടില്ല. 147 കയ്യേറ്റം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. വേലിക്കല്ലുകൾ അനധികൃതമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് നശിപ്പിച്ചിട്ടുണ്ട്. ഏലച്ചെടികൾ നശിപ്പിച്ച് കളഞ്ഞു. ഏലച്ചെടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഞ്ചിയോ മറ്റോ എന്തോ വിള ഇട്ടിട്ടുണ്ട്. ഇനി താലൂക്ക് സർവേയുടെ സേവനത്തോടെ കയ്യേറ്റം കൃത്യമായി ഫിക്സ് ചെയ്ത് ഒഴിപ്പിക്കേണ്ട നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കും. ഏകദേശം 2 ഏക്കർ അടുത്താണ് കാഴ്ച കാണുന്നത്. അളന്നാലേ പറയാൻ പറ്റുള്ളൂ. പല സ്ഥലത്തായി വേലിക്കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ കണ്ടെത്തിയത് നശിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് സ്ഥലം ഫിക്സ് ചെയ്തതിന് ശേഷം വേണം നശിപ്പിക്കാൻ. അന്വേഷണത്തിലൊരു സന്ദീപ് എന്ന് പറയുന്ന വ്യക്തി, ഒരു ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി, അങ്ങനെ കണ്ട 2 പേരാണെന്നാണ് അന്വേഷണത്തിൽ അറിയുന്നത്. ബാക്കി അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നടപടി സ്വീകരിക്കാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരോട് ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളാണെന്ന് സൂചിപ്പിച്ച ജോൺസൺ ഭീഷണി മുഴക്കി. DTPCയുടെ നേതൃത്വത്തിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കാനായി കണ്ടെത്തിയ പ്രദേശമാണിത്. ഏതാനും നാളുകൾക്ക് മുൻപ് ജില്ലാ കളക്ടർ ഇവിടെ സന്ദർശനം നടത്തുകയും ടൂറിസം പദ്ധതിക്ക് അനുയോജ്യമെന്ന് വിലയിരുത്തുകയും ചെയ്തിരുന്നു. കളക്ടറുടെ സന്ദർശനത്തിന് ശേഷമാണ് കയ്യേറ്റം നടന്നത്. എന്നാൽ ഭൂമി വർഷങ്ങളായി തങ്ങളുടെ കൈവശം ഇരിക്കുന്നതാണെന്നാണ് കയ്യേറ്റക്കാരുടെ അവകാശവാദം. കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ ഭൂമി അളന്നു തിരിച്ചു. തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. ദി നെക്ടർ ഓഫ് ബുക്സ് പദ്ധതിക്ക് പട്ടാമ്പിയിൽ തുടക്കം. വായന പരിപോഷിപ്പിക്കുകയാണ് ലക്ഷ്യം. വായനാശീലം വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. ഇതിനായി തിരഞ്ഞെടുത്ത സ്കൂളുകൾക്കും വായനശാലകൾക്കുമാണ് പുസ്തകങ്ങൾ നൽകിയത്. MLA ഫണ്ടിൽ നിന്നാണ് പദ്ധതിക്കായി തുക കണ്ടെത്തുന്നത്. ദി നെക്ടർ ഓഫ് ബുക്സ് എന്ന പേരിലാണ് പദ്ധതി. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നത് വലിയ രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നീട് നമ്മൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, അമേരിക്കയിലെ അടിമത്തത്തിനെതിരായിട്ടുള്ള വലിയ ഒരു മുന്നേറ്റത്തിന് ഒരു ചെറിയ ഒരു പുസ്തകം അല്ലെങ്കിൽ ചെറിയൊരു കഥയാണ് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് മാറ്റിമറിച്ച് ഒരുപാട്, ഇപ്പോൾ ബൈബിളാണെങ്കിലും ഖുർആനാണെങ്കിലും ഒക്കെ വായിക്കുന്നത് ഒരുപാട് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അടക്കമുള്ളത് എത്ര വലിയൊരു സ്വാധീനത്തിലേക്ക് പോയിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവം തന്നെ വായനയുമായി ബന്ധപ്പെട്ടാണ് പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ ചില്ലറ കാര്യമല്ല വായന എന്ന് പറയുന്നത്. തിരഞ്ഞെടുത്ത 26 സ്കൂളുകൾക്കും 11 വായനാശാലകൾക്കുമാണ് ആദ്യഘട്ടം പുസ്തകങ്ങൾ നൽകിയത്. ചടങ്ങിൽ എഴുത്തുകാരി സുധാ തെക്കേമഠം മുഖ്യ അതിഥിയായി. വിവിധ ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിന്റെ ഭാഗമായി. ന്യൂസ് 18 പട്ടാമ്പി. പുനലൂരിൽ ആധുനിക മാർക്കറ്റ് യാഥാർത്ഥ്യമാകുന്നു. നിർമ്മാണം ഉടൻ തുടങ്ങാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്.
പുനലൂർ നഗരസഭയുടെ നിയന്ത്രണത്തിലാണ് ശ്രീരാമവർമ്മപുരം മാർക്കറ്റ്. മാർക്കറ്റ് ആധുനിക രീതിയിൽ നവീകരിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ഇതിനായി 6.65 കോടി രൂപയാണ് ചെലവിടുക. സേലം ആസ്ഥാനമായ VPM പ്രൊജക്ട്സ് എന്ന കമ്പനിക്കാണ് നിർമ്മാണ കരാർ. 1 വർഷമാണ് കാലാവധി. അടുത്ത ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. 26,000 ചതുരശ്ര അടിയിൽ 67 കടമുറികളും 28 തുറന്ന മത്സ്യ സ്റ്റാളുകളും നിർമ്മിക്കും. മാലിന്യ സംസ്കരണ പ്ലാന്റ്, ഐസ് പ്ലാന്റ്, ശീതീകരണ മുറി, ഫുഡ് സേഫ്റ്റി ഓഫീസ്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക ടോയ്ലറ്റ് ബ്ലോക്ക് തുടങ്ങിയവയും സജ്ജമാക്കും. ന്യൂസ് 18 പുനലൂർ. KPCCയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച്. അദാനിയുടെ ഓഹരി ക്രമക്കേട് അന്വേഷിക്കുക, മണിപ്പൂർ സംഘർഷം അവസാനിപ്പിക്കുക, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. അദാനിയുടെ കൊള്ള കോൺഗ്രസിന് നോക്കി നിൽക്കാൻ സാധിക്കില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടക്കം ഉൾപ്പെടുത്തിയാണ് കേന്ദ്രം അഴിമതിക്ക് കളമൊരുക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. സംസ്ഥാന ജില്ലാതല നേതാക്കൾക്കൊപ്പം ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ 12 മണിവരെ 45,000-ഓളം ഭക്തർ ദർശനം നടത്തി. എരുമേലി വഴിയുള്ള കാനന പാതയിലൂടെ സഞ്ചരിക്കുന്ന ഭക്തർക്ക് പ്രത്യേക ദർശനം നൽകുന്ന സംവിധാനം ഇന്നു മുതൽ നിലവിൽ വന്നു. സന്നിധാനം ADM ഡോക്ടർ അരുൺ S. നായർ മുക്കുഴിയിൽ പാസ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പമ്പയിൽ നിന്നെത്തുന്ന ഭക്തർക്ക് നടപ്പന്തലിൽ ക്യൂ നിൽക്കാതെ വാവർ നടവഴി പാസ് കാണിച്ച് 18-ാം പടി കയറാം. ഇന്നലെ 88,561 ഭക്തരാണ് ദർശനം നടത്തിയത്. ശബരിമല സന്നിധാനത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള പ്രത്യേക ക്യൂ സംവിധാനം വന്നത് ന്യൂസ് 18 വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെയായിരുന്നു. കോടതി കൂടി ഇടപെട്ട് 2022 ഏർപ്പെടുത്തിയ ക്യൂ സംവിധാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ന്യൂസ് 18 പരിശോധിക്കുന്നു. മുതിർന്നവർക്കൊപ്പം വലിയ തിക്കിലും തിരക്കിലും പെട്ട് ദുരിതം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ 2022 ഡിസംബർ 12 മുതലാണ് ന്യൂസ് 18 പരമ്പരയായി നൽകിയത്. തുടർന്ന് ആദ്യം ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടു. തൊട്ടു പിന്നാലെ ഹൈക്കോടതിയും. ഇതോടെ 2022 ഡിസംബർ 18 മുതൽ സന്നിധാനത്ത് കുട്ടികൾക്ക് പുറമെ മുതിർന്നവർക്കും പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തി. സ്ത്രീകളിലെ, കുട്ടികളിലെ, അതുപോലെ വയസ്സായ ആളുകളെ, അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളിലെ അവരുടെ കാര്യം പ്രത്യേകമായിട്ട് അവർ നീണ്ട നേരം ക്യൂവിൽ നിൽക്കുന്ന വലിയ പ്രയാസമാണ്. അവർക്കൊരു സെപ്പറേറ്റ് ക്യൂ ഏർപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച. സ്ത്രീകളെ മാറ്റി, കുട്ടികളെ മാറ്റി, വയസ്സായ അവരുടെ ഗ്രൂപ്പ് അപ്പുറത്തുണ്ടാവും. അപ്പോൾ അവരെ കണ്ടുമുട്ടാനുള്ള പ്രയാസം. അപ്പോൾ അതുകൊണ്ട് അതുകൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കണം പ്രത്യേക ക്യൂ ഈ ഇവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും വയസ്സായ ആളുകൾക്കും. വലിയ നടപ്പന്തലിലെ ഈ 1-ാം നമ്പർ ക്യൂ ആണ് കുട്ടികൾക്കും പ്രായം കൂടിയവർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതായത് അപ്പുറത്ത് വലിയ തിരക്കുണ്ടെങ്കിൽ പോലും ഇവിടെ തിരക്കില്ല, സുഗമമായി ദർശനം നടത്താം. പ്രത്യേക വരി ഏർപ്പെടുത്തിയതിന്റെ ഗുണം അനുഭവിക്കുന്നവരാണ് നിരവധി ഭക്തർ. അതിലവർ സന്തുഷ്ടരാണ്. ക്യൂ കൂടെ കയറ്റിവിട്ട് നല്ല സുഖമായി കുട്ടികൾ ബുദ്ധിമുട്ടിലാണ് ഇവിടെ വരാൻ പറ്റും. പെട്ടു കുറേ നേരങ്ങൾ ക്യൂ നിൽക്കുന്നു. നല്ലത് തന്നെ, നല്ല തീരുമാനം തന്നെ. കുട്ടികൾക്കുള്ള ക്യൂ സൗകര്യം ഉണ്ട് എങ്കിൽ പോലും ഇത് തിരിച്ചറിയാത്തവരാണ് പലരും. അവർ ഫ്ലൈ ഓവർ വഴി ഈ മുൻപുള്ള കാലങ്ങളിലെ പോലെ ഇതേപോലെ ക്യൂവിൽ നിന്നുകൊണ്ടാണ് പലരും സന്നിധാനത്ത് ദർശനത്തിനെത്തുന്നത്. അതായത് ഈ വലിയ തിരക്കിനിടയിലേക്ക് പെടരുത് എന്ന് കരുതിയാണ് ഇവർക്ക് പ്രത്യേകം ക്യൂ ഉണ്ടായത്. പക്ഷേ അത് ഫലപ്രദമായി പലരും ഉപയോഗിക്കുന്നില്ല, പലരും അറിയുന്നില്ല. അറിയത്തില്ലായിരുന്നു. ഈ നടപ്പന്തലി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അറിഞ്ഞത്. അതുവരെ ക്യൂ നിൽക്കുമായിരുന്നു, ഭയങ്കര തിക്കായിരുന്നു. വലിയ ക്യൂവിലായിരുന്നു. 2 മണിയായപ്പോൾ കയറിയത് അവിടുന്ന് പമ്പയിൽ നിന്ന്. നടപ്പന്തലിൽ മാത്രമല്ല തിരുമുറ്റത്തും കുട്ടികൾക്കായി പ്രത്യേക സംവിധാനമുണ്ട്.
18-ാം പടി കയറി ഇടത്തേക്ക് ഫ്ലൈ ഓവറിൽ കയറുന്നതിന് പകരം വലത്തേക്ക് തിരിഞ്ഞാൽ ഇവർക്ക് പ്രത്യേക വരി നിൽക്കാം. ഇതറിയാതെ പലരും ഫ്ലൈ ഓവറിൽ കുടുങ്ങുന്നു. അതായത് ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാനാകാത്ത ഭക്തർ നിരവധിയാണ്. വലിയ നടപ്പന്തലിൽ ഈ ക്യൂ തുടങ്ങുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക ബോർഡ് തന്നെ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു അന്ന് ഈ ക്രമീകരണം ഏർപ്പെടുത്തിയത്. ഇന്ന് ആ ബോർഡില്ല. ഫലത്തിൽ ഇങ്ങനൊരു സൗകര്യമുണ്ട് എന്ന് ഭക്തർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം ഇവിടെയുണ്ട്. അരുൺ പാലോടിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവ് കാണാം. നമസ്കാരം.